നമുക്ക് നല്ല രസകരമായ ഒരു റിപ്പോർട്ടിലേക്ക് പോകാം. 91 വയസ്സിലും തളരാത്ത മനസ്സും ശരീരവുമായി കെ ശങ്കുണ്ണി എന്ന ആലപ്പുഴക്കാരൻ. ശങ്കുണ്ണി മാഷ് ദിവസവും ജിമ്മിൽ പോകും. വണ്ടി ഓടിക്കാൻ കണ്ണടയുടെ ആവശ്യവുമില്ല. പ്രതിമ നിർമ്മാണത്തിലും ചിത്രകലയിലും പ്രതിഭയാണ്. CPIM ഓഫീസുകളിൽ കാണുന്ന പി കൃഷ്ണപിള്ളയുടെ ഛായാചിത്രം ശങ്കുണ്ണി വരച്ചതാണ് എന്നതാണ് ചരിത്രം. കാണാം ശങ്കുണ്ണി മാഷിന്റെ വിശേഷങ്ങൾ. പ്രായമേറും തോറും ഒതുങ്ങിക്കൂടുകയല്ല, ജീവിതം കൂടുതൽ സജീവമാക്കുകയാണ് മുൻ ചിത്രകലാ അധ്യാപകൻ കൂടിയായ ശങ്കുണ്ണി. ജീവിതക്രമങ്ങളിലും യാത്രകളിലും മാറ്റമില്ല. ഒരു കൊല്ലം മുമ്പ് പുതിയ കാർ വാങ്ങി. എവിടെ പോകണമെങ്കിലും ഒറ്റയ്ക്ക് കാർ ഓടിച്ചു പോകും. എത്ര ദൂരവും ഒറ്റയ്ക്ക് വാഹനം ഓടിക്കാനുള്ള ആത്മധൈര്യമുണ്ട്. ആരോഗ്യത്തിന്റെ രഹസ്യം ഭക്ഷണത്തിലെ ക്രമമെന്നും ശങ്കുണ്ണി. അത് ഓടിക്കാവുന്നുള്ളൊരു ആത്മധൈര്യം എനിക്ക് ഉണ്ടായി. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന്. അങ്ങനെയാണത് പരീക്ഷിക്കാൻ തയ്യാറായത്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇപ്പോഴും എന്നെ കൊണ്ടാക്കുന്നത് യേശൻ തന്നെ. എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാനും വരും. ഈ പ്രായത്തിലും ജിമ്മിൽ പോയി മസിൽ ഉരുട്ടുന്നത് വെച്ച് നോക്കുമ്പോൾ ഡ്രൈവിംഗ് ശങ്കുണ്ണിക്ക് നിസ്സാരമാണ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 2 മണിക്കൂർ ജിമ്മിൽ ചെലവഴിക്കും. 10 കിലോ വരെയുള്ള ഉപകരണങ്ങൾ പുഷ്പം പോലെ കൈകാര്യം ചെയ്യും. നാം ഇന്ന് കാണുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പി കൃഷ്ണപിള്ളയുടെ ചിത്രം വരച്ചത് ശങ്കുണ്ണിയാണ്. രാത്രി എന്ന് പറയുമ്പോൾ പകലിന് തുല്യമായിരുന്നു. രാത്രി നിലാവുള്ള രാത്രിയായിരുന്നു. ഈ മുടി ഇങ്ങനെ താഴോട്ട് വീട്ടിങ്ങനെ വളഞ്ഞു കിടക്കുക. അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ഈ പടം വരച്ചപ്പോൾ ഇതുകൂടി ചേർത്ത് ആണ് ആ പടം വരച്ചത്. സിമന്റിലും ഇഷ്ടികയിലും തീർത്ത പ്രതിമകൾ, സ്പോഞ്ച് ഷീറ്റുകൾ കൊണ്ടുള്ള വാഴക്കുല എല്ലാം വിസ്മയങ്ങളാണ്. ഫൈബർ ഷീറ്റ് കൊണ്ട് ഒരു വാഴക്കൊല ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം ഒരു 3-4 ആഴ്ച വേണ്ടി വന്നെല്ലാം കൂടെ ചെയ്യാൻ. 1967 CPIM ചേർത്തല താലൂക്ക് സെക്രട്ടറി ആയിരുന്നു ശങ്കുണ്ണി. ഇന്ന് പാർട്ടിയിലില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് തന്നെ. MT അധീഷിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. സ്മിത, ഞാൻ ആലോചിക്കുകയായിരുന്നേ, അദ്ദേഹത്തിന് കണ്ണട പോലും ഇല്ലാതെ ഡ്രൈവ് ചെയ്യാം. നമുക്ക് കണ്ണട ഇല്ലാണ്ട് പ്രോംപ്റ്റർ പോലും കാണാൻ പറ്റാത്ത പുതിയ കാലത്തിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അത് മാത്രമല്ല, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നുള്ളത് ശങ്കുണ്ണി മാഷെ കണ്ടാ പറഞ്ഞിരിക്കണമെന്ന് നമുക്ക് തോന്നുന്നു അല്ലേ. അതുപോലെ ഒരുപാട് പേരുണ്ട് നമ്മുടെ കേരളത്തിൽ അറിയപ്പെടാതെ പോകുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടിലൂടെ ശങ്കുണ്ണി മാഷിനെ പരിചയപ്പെടാൻ കുറേ പേർക്ക് പുതുതായിട്ട് പലർക്കും അറിയുന്നുണ്ടാവും അദ്ദേഹത്തെ. നല്ല പോസിറ്റീവായിട്ടുള്ളൊരു റിപ്പോർട്ട് തന്നെയാണത് അല്ലേ.